ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ നമ്മളുടെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. സോ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് നമ്മൾ എപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു നമ്പർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിന് എത്ര ഫാക്ടേഴ്സുകൾ ഉണ്ട് എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുൻപിലായിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ആ നമ്പറിന്റെ തന്നിരിക്കുന്ന ഏത് നമ്പർ ആണോ അതിന്റെ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സുകൾ ആരൊക്കെയാണ്, അതിന്റെ പ്രൈം ഫാക്ടേഴ്സുകൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു നമ്പർ ചൂസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ 12 എന്നുള്ള നമ്പർ എടുത്തു. 12ന്റെ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ 12നെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. 12 എന്നുള്ള നമ്പറിനെ നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എങ്ങനെ എഴുതാം? സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, 12നെ നമ്മളെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 6ന് വീണ്ടും 2 പോവും നോക്കിയില്ലേ. 6ല് 2 3 ടൈംസ് പോവും, 3ല് 3 1 ടൈം പോവും. അപ്പോൾ 1 കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഫാക്ടറൈസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇനി നിങ്ങൾ ആ ചരിഞ്ഞു കിടക്കുന്ന പ്രൈം നമ്പേഴ്സുകൾ മാത്രം ശ്രദ്ധിക്കുക. ആരാണ്? 2, 2 ആൻഡ് 3. സോ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ 2, 2, 3 ആണ്. സോ ഇവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 എന്നുള്ള നമ്പർ കിട്ടിയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഒരു നമ്പറിനെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നിങ്ങളുടെ ചോദ്യം ഇതാണ്, ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 12 എന്നുള്ള നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരിക. സോ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? 2 തവണ. സോ 2 into 2 എന്നുള്ള നമ്പറിനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ. ഇവിടെ 3 എന്നുള്ള ആള് ഒറ്റയ്ക്കാണ് അല്ലെ. 3 എന്നുള്ള ആൾ ഒറ്റയ്ക്കാണ്. അപ്പൊ 3യുടെ തലയുടെ മുകളിൽ ആരേ ഉണ്ടാവുള്ളൂ? 1. 2 തവണ ഉള്ളത് കൊണ്ടാണ് 2 സ്ക്വയർ വന്നത്. 3 ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് 3 raised to 1 എന്ന് എഴുതിയത്. ഇനി നമ്മൾ ഘടകങ്ങളുടെ എണ്ണം എത്രയും സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു ട്രിക്ക് ഉണ്ട്. സോ എന്റെ മക്കള് ആലോചിക്കുക. ഇങ്ങനെ പ്രൈം നമ്പേഴ്സിന്റെ ഗുണനഫലമായി എഴുതിയതിനു ശേഷം ഇതിനെ ഈ ഒരു പാറ്റേണിലേക്ക് കണ്ടോ, ഈ എഴുതിയതിനെ നമ്മൾ ഈ ഒരു പാറ്റേണിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ തലയുടെ മുകളിൽ പവർ ആയിട്ട് വന്ന നമ്പേഴ്സിനെ മാത്രം ശ്രദ്ധിക്കുക. ആരാണ് പവർ ആയിട്ട് വന്നത്? 2ഉം അതേപോലെ 1ഉം. പവർ ആയിട്ട് വന്നത് 2ഉം അതുപോലെ 1ഉം ആണ്. ഈ പവർ ആയിട്ട് വന്ന നമ്പേഴ്സിനോട് 1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 12ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ നോക്കാം, 2ന്റെ തലയുടെ മോള് 1 ആണ് അല്ലെ. 2യുടെ തലയുടെ മോള് 2 ആണ്. സോ 2നോട് നമ്മൾ 1 ആഡ് ചെയ്തു, പവറിനോട് നമ്മൾ 1 ആഡ് ചെയ്തു. അതുപോലെ 3യുടെ തലയുടെ മോളും ആരാണുള്ളത്? 1 ആണുള്ളത്. സോ 1നോട് ഞാൻ എന്ത് ആഡ് ചെയ്തു? 1 ആഡ് ചെയ്തു. സോ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കിട്ടും. അപ്പൊ 3 into 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവണം? 6 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. സോ 12ന് നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എഴുതാം? 6 ഫാക്ടേഴ്സ്. 6 ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. സോ 6 ഫാക്ടേഴ്സുകൾ ആരൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് എക്സാമിന് ചോദിച്ച് കാണുന്നുണ്ട്. സോ അതിന് മുൻപേ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ടേബിൾ ഇതാണ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നോക്കടാ, ഇവിടെ 12 എന്നുള്ള നമ്പർ തന്നിട്ടുണ്ട്. ഇതിനെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? 2 into 2 into 3 എന്ന് എഴുതാം. സോ അതിൽ എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 into 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ 2 raised to 2 എന്ന് എഴുതാം. 3 എന്ന് പറഞ്ഞാൽ 3 raised to 1 ആണ് അല്ലെ. അപ്പൊ ഇത് തലയുടെ മുകളിൽ എഴുതിയ നമ്പറിനോട് 1 കൂട്ടി മൾട്ടിപ്ലൈ ചെയ്തു. 2നോട് 1 കിട്ടിയാൽ 3 ആണ്, 1നോട് 1 കൂട്ടിയാൽ 2 ആണ്. സോ 3 into 2 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു ട്രിക്കാണ്, ഓർത്ത് വെച്ചോളണം. രണ്ടാമത്തെ ടേബിൾ നോക്കിക്കോ, 80 ആണ് അവിടെ നമ്പർ അല്ലെ, 80. സോ 80നെ ഞാൻ എങ്ങനെയാണ് എഴുതിയത്? 2 into 2 into 2 into 5 എന്ന് എഴുതി. സോ എനിക്കിതിനെ മാറ്റി എഴുതാം. എങ്ങനെ ഞാൻ അതിനെ മാറ്റി എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണേ. 2 raised to, ശ്രദ്ധിച്ചോ, 2 raised to 4 into 5 raised to 1 എന്ന് മാറ്റി എഴുതാം അല്ലേ. 2 4 തവണയുണ്ട്, 5 1 തവണയേ ഉള്ളൂ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി ആ തലയുടെ മുകളിലുള്ള പവറിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ പവർ ആയിട്ട് വന്നത് 4 ആണ്, ഇവിടെ വന്നത് 1 ആണ്. സോ ഇതിനോട് 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടും. 4നോട് 1 കൂട്ടിയാൽ എത്ര വരും? 5. 1നോട് 1 കൂട്ടിയാൽ 2. സോ
10 ഫാക്ടേഴ്സ് ഉണ്ട് ആർക്ക് 80 എന്നുള്ള സംഖ്യക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഭയങ്കര എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ. അടുത്ത നമ്പർ ആരാണെന്ന് തന്നിട്ടില്ല, പക്ഷെ അവിടെ ഫാക്ടേഴ്സ് അല്ലെ, നമ്മൾ പ്രൈം ഫാക്ടേഴ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട്. 2 into 2 into 3 into 5. 2 into 2 4, 4 3 12, 12 5 എത്ര പേരോടാ 60 എന്ന് വന്നിട്ടുണ്ടാവണം, 60 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. സോ അവിടെ ഫില്ല് ചെയ്യാനുള്ള ഒരു ടേബിൾ ഞാൻ ഫില്ല് ചെയ്തു. ഇനി നേരെ അപ്പുറത്തേക്ക് നോക്കിക്കേ, 60-ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ഞാൻ ആദ്യം ഇതിന്റെ അഭാജ്യ സംഖ്യകളിലേക്ക് നോക്കി. ആരൊക്കെയാണ്? 2 into 2. 2 into 2-നെ എനിക്കൊന്ന് മാറ്റി എഴുതി കൂടെ. എങ്ങനെ മാറ്റി എഴുതാം? 2 raised to 2 എന്ന് എഴുതാം. ബാക്കിയുള്ളത് 3 ഒറ്റയ്ക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ 3 raised to 1 എന്ന് എഴുതി. 5 ഒറ്റയ്ക്കുള്ളൂ, ഞാൻ 5 raised to 1 എന്ന് തന്നെ എഴുതി. ഇനി തലയുടെ മുകളിലുള്ള പവറിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കിക്കേ, 2യുടെ തലയുടെ മുകളിൽ 2 ആണ് അല്ലെ. സോ ആ 2നോട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര വരും? 3. പവർ ആയിട്ടുള്ള 1നോട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക 2. 5നോട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ 2. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കിട്ടും. ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. എപ്പോഴും പവേഴ്സിനോട് ഒന്ന് ആഡ് ചെയ്യുക, കൂട്ടി കൊടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാലേ ഘടകങ്ങളുടെ എണ്ണം കിട്ടുള്ളൂ. സോ 3 into 2 എന്ന് പറഞ്ഞാൽ 6. 6 into 2 എത്ര പേരോടാ? 12 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ 60 എന്നുള്ള നമ്പറിന് 12 ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കിട്ടി. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ടേബിളും കൂടെ അവിടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലെ. 225. 225-നെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതും നിങ്ങൾ ഇതേ ട്രിക്ക് വെച്ചിട്ടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കാം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാച്ചിന്റെ എൻഡ് ഗെയിമിനെ കുറിച്ച് തന്നെയാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെ എൻഡ് ഗെയിമിൽ ഇപ്പൊ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ USS എക്സാം അല്ലെ, നിങ്ങൾ ഇനി 7ാം ക്ലാസ്സിലേക്ക് പോകേണ്ടവരാണ്. സോ 7ാം ക്ലാസ്സിൽ നിങ്ങൾ USS എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണം, ആനുവൽ എക്സാമും നമുക്ക് കട്ടക്ക് പിടിച്ച് നിൽക്കണം. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് ഗെയിമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോ ക്രിസ്മസ് എക്സാമിന് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.